റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബറാ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശങ്ങൾ, ആ ഉപദേശത്തിലെ ഒന്നാമത്തെ ഉപദേശമാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അമറന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഇൻ, 7 കാര്യങ്ങളെ കൊണ്ട് പ്രവാചകൻ കൽപ്പിച്ചു. വനഹാന അൻ സബഇൻ, 7 കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്തു. അതിലെ ആദ്യത്തെ കൽപ്പന ജനാസയെ പിന്തുടരലാണ്. ജനാസയുമായി ബന്ധപ്പെട്ട്, മരണപ്പെട്ട വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട സുന്നത്തുകൾ, അതിലെ ബിദ്അത്തുകൾ, അതിൽ നമ്മൾ ഒഴിവാക്കേണ്ട ബിദ്അത്തുകളെയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉപദേശം വഇയാദത്തുൽ മരീദ്. പ്രവാചകൻ രണ്ടാമത് നമ്മളോട് കൽപ്പിച്ചത്, സഹാബി പറയാണ്, വഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക എന്നതാണ് രണ്ടാമത് കൽപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, രോഗം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ്. അതുകൊണ്ടാണ് രോഗമില്ലാത്ത അവസ്ഥക്ക്, ആഫിയത്തിനു വേണ്ടി നമ്മൾ ദിനേന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നത്. അയ്യുഹൻ നാസ് ലാ തമന്നൗ ലിഖാഅൽ അദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, സ്വഹീഹ് ബുഖാരിയിൽ, മനുഷ്യരെ നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. വസലുല്ലാഹൽ ആഫിയ, നിങ്ങൾ ആഫിയത്തിനു വേണ്ടി, ക്ഷേമത്തിനു വേണ്ടി അള്ളാഹുവിനോട് തേടുക. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 3 കാര്യങ്ങൾ ഒരാൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അവൻ ദുനിയാവ് മുഴുവൻ നേടിയെടുത്തവനെ പോലെയാണ് എന്നാണ് ഹദീസിൽ വന്നത്. അൻ ഉബൈദുല്ലാഹ് ബിൻ മിഹ്സിൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, ആരെങ്കിലും നിർഭയനായി ഒരാൾ പ്രഭാതത്തിൽ നേരം പുലരുന്നുവെങ്കിൽ, മുആഫൻ ഫീ ജസദിഹി, തന്റെ ശരീരം ആഫിയത്തോടുകൂടി ആരോഗ്യവാനായി ഒരാൾ പ്രഭാതത്തിൽ അവൻ ഉണരുന്നു, വഇൻദഹു ഖൂത യൗമിഹി, ആ ദിവസത്തേക്കുള്ള ഭക്ഷണം അവന്റെ കൈവശം ഉണ്ടായിരിക്കുകയും ചെയ്താൽ, 3 കാര്യം, നിർഭയത്വം, അതേപോലെ തന്നെ ആഫിയത്ത്, അതേപോലെ അന്ന് കഴിക്കാനുള്ള ആഹാരം, ഭക്ഷണം അവന്റെ കൈകളിൽ ഉണ്ടാവുകയും ചെയ്താൽ, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, അവൻ ഈ ലോകം മുഴുവൻ ലഭിച്ചതുപോലെയാണ് എന്നാണ്. അതിൽ ഒന്നെണ്ണിയത് ആഫിയത്താണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ആഫിയത്ത് നമുക്ക് വേണം. നമുക്ക് ശരീരത്തിന് ആഫിയത്ത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, അല്ലാഹുവേ ഞാൻ നിന്നോട് ആഫിയത്തിനെ ചോദിക്കുന്നു. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അതേപോലെ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട അദ്കാറുൽ സബാഹ്, അദ്കാറുൽ മസായിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ സുപരിചിതമായ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. 3 തവണ രാവിലെയും 3 തവണ വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയിൽ എന്താണ്? അല്ലാഹുവേ, എന്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണമേ, എന്റെ കേൾവിക്ക് നീ ആഫിയത്ത് നൽകണമേ, എന്റെ കാഴ്ചക്ക് നീ ആഫിയത്ത് നൽകണമേ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അപ്പോൾ ആഫിയത്ത് എന്നത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. എന്നാൽ രോഗാവസ്ഥയിലേക്ക് പോവുക എന്നത് അതൊരു പരീക്ഷണമാണ്. ഇവിടെ ആഫിയത്ത് എന്നതിന്റെ ഉദ്ദേശം എന്താണ്? പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്, മതവിഷയത്തിലെ പരീക്ഷണങ്ങളിൽ നിന്നും, അതേപോലെ ശാരീരികമായ രോഗങ്ങളിൽ നിന്നും, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നുമുള്ള രക്ഷയാണ് ഇവിടെ ആഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. രോഗമെന്ന പരീക്ഷണത്തിൽ നിന്ന് രക്ഷ ലഭിക്കുക എന്നത് നമുക്കൊരു അനുഗ്രഹമാണ്, രോഗം ഒരു പരീക്ഷണവുമാണ്. അതുകൊണ്ട് തന്നെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുടെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ പുലർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രോഗികളായ ആളുകളെ സന്ദർശിക്കുന്നതിന് വലിയ പുണ്യങ്ങൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. അതിന്റെ പുണ്യങ്ങൾ വിശദീകരിക്കപ്പെടുന്ന നിരവധി ഹദീസുകൾ കാണാം. രോഗിയെ വിസിറ്റ് ചെയ്യുന്നത്, രോഗിയെ സന്ദർശിക്കുന്നത്
മഹത്തായ സൽക്കർമ്മമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോ രോഗിയെ സന്ദർശിക്കുന്നത് വാജിബാണെന്നും പ്രബലമായ സുന്നത്താണും എന്നും ഒക്കെ പണ്ഡിതന്മാർ പറഞ്ഞു. അതിൽ സാമൂഹ്യ ബാധ്യതയാണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അത്രത്തോളം ആധിക്യമാണ് പണ്ഡിത ലോകത്ത് ഇത്തരം ചർച്ചകൾ വരാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. അത്ഉഇമുൽ ജാഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്ഉഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കുക, അൽ ജാഇ, വിശക്കുന്നവന് നിങ്ങൾ ഭക്ഷണം നൽകുക. അപ്പോൾ ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകുന്ന കാര്യമാണ് അത്, വിശക്കുന്ന ആളുകൾ ഭക്ഷിപ്പിക്കുക എന്ന കാര്യത്തെ. എന്നിട്ട് പ്രവാചകൻ ഈ ഹദീസിൽ രണ്ടാമത് പറഞ്ഞത് വഊദു അൽ മരീദ്, നിങ്ങൾ രോഗിയെ സന്ദർശിക്കുകയും ചെയ്യുക. വഫുക്കു അൽ ആനി, അതേപോലെ യുദ്ധ തടവുപുള്ളിയെ വിട്ടയക്കുകയും ചെയ്യുക. അപ്പോൾ രോഗിയെ സന്ദർശിക്കുക എന്നത് പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പരാമർശിച്ചു. മറ്റൊരു ഹദീസിലെ പദപ്രയോഗം ഇങ്ങനെയാണ്, ഖംസുൻ, 5 കാര്യങ്ങൾ, തജിബുലിൽ മുസ്ലിമി അലാ അഖീഹി, തന്റെ സഹോദരനുമേൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ് 5 കാര്യം. ആ 5 കാര്യത്തിൽ ഒന്നെന്താണ്? വഇയാദത്തുൽ മരീദ്, തന്റെ സഹോദരൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക എന്നാണ്. പിന്നെ മുസ്ലിമിന് 6 ബാധ്യതകളായി എണ്ണിയ കാര്യമുണ്ട്. പ്രസിദ്ധമായ ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ 6 കടമകളുണ്ട്. എന്താണ്? റസൂലുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു, മാ ഹുന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അത് ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, അവനോട് സലാം പറയുക. വൈദാ ദആക ഫഅജിബ്ഹു, അവൻ നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് നീ ഉത്തരം നൽകുക. വൈദസ്തൻസഹക ഫൻസഹ് ലഹു, അതേപോലെ നിന്നോട് ഉപദേശം തേടിയാൽ നീ അവന് ഉപദേശം നൽകുക. വൈദാ അതസ ഫഹമിദല്ലാഹ് ഫശമ്മതഹു, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയുക. അതേപോലെ അത് കേട്ടാൽ യർഹമുക്കുമുല്ലാഹ് എന്ന് പറയുക. വഇദാ മരില ഫഉദുഹു, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അവൻ രോഗിയായാൽ നീ അവനെ സന്ദർശിക്കുക എന്നതാണ്. വഇദാ മാത ഫഅതബിഉഹു, അവൻ മരണപ്പെട്ടാൽ നീ അവന്റെ ജനാസയെ അനുഗമിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുക. 6 കാര്യം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പ്രാധാന്യങ്ങൾ ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു സഹോദരനെ നമ്മൾ സന്ദർശിക്കുന്നതിലൂടെ, സിയാറത്തിലൂടെ നമുക്ക് കിട്ടുന്ന കൂലി എന്താണ്? സ്വർഗപാതയിലാണ് മുസ്ലിം എന്നാണ്. അൻ സൗബാൻ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിം തന്റെ മുസ്ലിം സഹോദരനെ സന്ദർശിച്ചാൽ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന ഹത്താ യർജി, അവൻ മടങ്ങുന്നത് വരെ അവൻ സ്വർഗ പൂന്തോപ്പിലാണ് എന്നാണ്. അപ്പൊ എത്ര വലിയ പുണ്യമാണ്. നമ്മുടെ നീയത്ത് അതിനു വേണ്ടിയായിരിക്കണം. പലപ്പോഴും ഏതൊരു കർമ്മത്തിന്റെയും നീയത്തുകൾ നമ്മളിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. എന്നാൽ ഞാൻ അവനെ സന്ദർശിച്ചില്ലെങ്കിൽ അവൻ എന്താണ് വിചാരിക്കുക, ഞാൻ വന്നില്ല എന്നവർ പറയും. ആ കുടുംബത്തെ ബോധ്യപ്പെടുത്താനും നമ്മൾ സന്ദർശിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ അല്ല, മറിച്ച് ഈ പ്രതിഫലങ്ങളാണ്, പ്രതിഫലേച്ഛയാണ് ഏതൊരു കാര്യത്തിനും നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആദ മരീളൻ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ നാദാ മുനാദിൻ മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് പ്രകാരം വിളിച്ചു പറയപ്പെടും, ത്വയ്ബത വത്വാബ മംശാക്, നിന്റെ നടത്തത്തെ നീ നന്നാക്കി, അതേപോലെ നിന്റെ വഴികളെ നീ സുഗന്ധപൂരിതമാക്കിയിരിക്കുന്നു. വതബബ്ബത മിനൽ ജന്നതി മൻസിലൻ, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഇതാ ഒരു വീടിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അങ്ങനെ എത്രയെത്ര പ്രതിഫലങ്ങളാണ് നമുക്ക് ഒരു രോഗ സന്ദർശനം നടത്തുന്നതിലൂടെ നമുക്ക് കാണുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ റജുലിൻ യഊദു മരീലൻ മുംസിയൻ ഇല്ലാ ഖറജ മഅഹു 70000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹ് വകാന ലഹു ഖരീഫുൻ മിനൽ ജന്ന വമൻ അതാഹു മുസ്ബിഹൻ ഖറജ മഅഹു 70000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുംസിയ വകാന ലഹു ഖരീഫുൻ മിനൽ ജന്ന. അപ്പോൾ മുസ്ലിം സഹോദരനെ രോഗാവസ്ഥയിൽ സന്ദർശിക്കാൻ പോയാൽ അവന് കിട്ടുന്ന നേട്ടങ്ങളാണ്. അവനെന്തിയാണ്?
ഫലസമൃദ്ധമായ തോട്ടത്തിലൂടെ സ്വർഗം സമ്പാദിക്കാനുള്ള വഴിയിലാണ് അവനുള്ളത് എന്നുള്ളതാണ്. അവൻ രോഗസന്ദർശനം രാവിലെയാണെങ്കിൽ അവന് കിട്ടുന്ന മെച്ചം എന്താണ്? ഒരാള് രാവിലെയാണ്, പ്രഭാതത്തിലാണ് ഒരു രോഗിയെ സന്ദർശിക്കുന്നത്, അവന് കിട്ടുന്ന ഗുണം എന്താണ്? അവന് വൈകുന്നേരം വരെ രോഗസന്ദർശകന് അനുഗ്രഹത്തിനു വേണ്ടി, സന്ദർശിക്കുന്ന ആൾക്ക് വേണ്ടി, അയാൾക്ക് ഇസ്തിഗ്ഫാറിനു വേണ്ടി മലക്കുകൾ 70,000 മലക്ക്, 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. ഇനി അത് വൈകുന്നേരമാണെങ്കിൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ എന്ത് ചെയ്യാണ്? ആ സന്ദർശിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി പരലോകത്ത് രോഗിയെ സന്ദർശിക്കാത്തവർക്ക് നേരെ അള്ളാഹു തിരിയുന്നതാണ്. രോഗിയെ തിരിഞ്ഞു നോക്കിയില്ല, അവനെ സന്ദർശിച്ചില്ല. നമ്മുടെ കുടുംബത്തിലും അയൽപ്പക്കങ്ങളിലും ഒക്കെ നമ്മുടെ സുഹൃത്തു വലയങ്ങളിലൊക്കെ പെട്ടവര് രോഗികളാണ്, പക്ഷെ നമ്മൾ ആ ഭാഗത്ത് തന്നെ പോയിട്ടില്ല. അപ്പൊ അവരെ നാളെ പരലോകത്ത് നിന്ന് അവരും അള്ളാഹുവും തമ്മിലുള്ള ഒരു സംസാരമുണ്ട്. എന്താ? അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യബ്ന ആദം, ഓ ആദമിന്റെ മകനെ, മനുഷ്യ, മരിളുത്തു, ഞാൻ രോഗിയായപ്പോൾ നീ എന്ത് ചെയ്തു? നീ അവിടെ എന്ത് ചെയ്തില്ല? നീ എന്നെ സന്ദർശിച്ചില്ല. ഫലം തഉദിനി, നീ എന്നെ സന്ദർശിച്ചിട്ടില്ല. അപ്പോ ഈ അടിമ ചോദിക്കും, യാ റബ്ബി, റബ്ബേ, കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, റബ്ബേ, ഞാൻ എങ്ങനെ നിന്നെ സന്ദർശിക്കും? നീ റബ്ബുൽ ആലമീൻ അല്ലയോ എന്ന് അടിമ തിരിച്ച് അള്ളാഹുവിനോട് ചോദിക്കും. അപ്പൊ അള്ളാഹു പറയും, അമാ അലിംത, നീ അറിയില്ലേ, അന്ന അബ്ദി ഫുലാനൻ മരീള, ഇന്ന അടിമ രോഗിയായി എന്ന് നീ അറിയില്ലേ? ഫലം തഉദുഹു, നീ അവനെ സന്ദർശിച്ചില്ല. രോഗിയായപ്പോ നീ അവനെ സന്ദർശിക്കാൻ പോയതേ ഇല്ല. അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു, അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ അടുക്കൽ എന്നെ കണ്ടെത്താമായിരുന്നു എന്ന് നിനക്കറിയില്ലേ? അപ്പൊ രോഗസന്ദർശനത്തിന് നമ്മൾ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. രോഗിയെ സന്ദർശിക്കുന്ന വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതനായ തന്റെ അയൽവാസിയുടെ മകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചത് ഹദീസുകളിൽ കാണാം. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവർക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്താണ്? രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ പെരുമാറ്റം രോഗിയെ ഒരിക്കലും പ്രയാസപ്പെടുത്തുന്നതാകരുത്. നമ്മൾ രോഗസന്ദർശനത്തിന്റെ ഫضലും അതിന്റെ ഫضൽ അറിയിക്കുന്ന, പ്രതിഫലം അറിയിക്കുന്ന ധാരാളം ഹദീസ് കേട്ടു. പക്ഷെ ഏതൊരു രോഗിയുടെ അടുക്കലേക്കും പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുമോ? ചിലപ്പോൾ ഡോക്ടർമാർ രോഗസന്ദർശനം പാടില്ല എന്ന് പറഞ്ഞ കേസുണ്ടാവും. അവിടെ നമ്മൾ സന്ദർശിക്കേണ്ടതില്ല. രോഗം പകരാൻ സാധ്യതയുള്ള കേസുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ ആ രോഗിക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ രോഗം സന്ദർശിച്ച് പോയതിൽ പിന്നെ അദ്ദേഹത്തിന് മാനസികമായ ചില പ്രയാസം, അദ്ദേഹത്തെ രോഗത്തെ പറ്റിയുള്ള ഭീകരമായ അവസ്ഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ആ രോഗം ബാധിച്ച് മറ്റുള്ളവർക്ക് ബാധിച്ച കാര്യങ്ങൾ അയാളുടെ മുമ്പിൽ നിന്ന് പറയുക, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം നടത്തിപ്പോയാൽ അത് അവർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാകുക. അപ്പോ എന്താണ് സന്ദർശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്? ഒരു രോഗി എന്ന് പറയുമ്പോൾ ഒരു ഡയാലിസിസ് ചെയ്യുന്ന രോഗിയായിരിക്കാം, ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരിക്കാം, അയാൾ ഏത് നിലക്ക് മാറാ രോഗം ബാധിച്ച് കാലങ്ങളായി അയാൾ വീടുകളിൽ കഴിയുന്ന രോഗിയെ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടെ ദീനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ദീന് പഠിക്കാനും ദീനിൻ്റെതായ കാര്യങ്ങൾ, വെറുതെ നാട്ടുവർത്തമാനങ്ങൾ ദീർഘിച്ചു പറഞ്ഞ് അദ്ദേഹത്തെ രോഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബേജാറാക്കുന്നതിനപ്പുറത്ത് രോഗം അല്ലാന്റെ ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോവുക. നിങ്ങളെ പാപങ്ങൾ അത് പൊറുക്കപ്പെടും. ഏതുപോലെ ഒരു മരത്തിലെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നിങ്ങളുടെ ഇന്നലകളിൽ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു കാരണമായിരിക്കാം നിങ്ങളുടെ രോഗം. അപ്പൊ അയാൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്താ? അയാൾക്ക് ആ വേദന സഹിക്കുമ്പോഴും അയാൾക്ക് കിട്ടുന്ന എന്താണ്? ഇയാളുടെ ദീനിയായ സംസാരത്തിലൂടെ ഭയങ്കരമായ അയാൾക്ക് ഈമാനികമായ ഒരു ഊർജം അയാൾക്ക് കിട്ടും. ആ നിലക്ക് നമ്മുടെ സന്ദർശനങ്ങൾ എന്ത് ചെയ്യണം. അതേപോലെ നമ്മൾ സമയം ദീർഘിച്ചിരിക്കുക. ഒരുപക്ഷെ വീട്ടുകാർക്കും രോഗിക്കുമൊക്കെ അത് പ്രയാസപ്പെടും. സംസാരങ്ങൾ ദീർഘിച്ച് നടത്തുക, അവരെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രോഗിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന
കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. ഏകുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എന്തെങ്കിലും വസിയത്തുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ഓർമ്മിപ്പിക്കണം. നമസ്കാരത്തിന്റെ കാര്യങ്ങൾ ചോദിക്കണം. അതേപോലെ സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്തണം. ഈ നിലക്കുള്ള ദീനിയായ വസിയത്തുകൾ കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും ചിലപ്പോ രോഗികളുടെ നമസ്കാരങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കല് നമ്മൾ പലതും ചോദിക്കും. പക്ഷെ ഒരു രോഗിയെ ഒരിക്കൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം നമസ്കരിക്കാറില്ല, അദ്ദേഹത്തിന്റെ ഒരു അറിവില്ലായ്മ കാരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ മൂത്രത്തിൽ സഞ്ചി പമ്പിട്ടിട്ടിരിക്കുകയാണ് അദ്ദേഹം. അപ്പൊ എങ്ങനെയാണ് ഞാൻ നമസ്കരിക്കുക, ശുദ്ധീകരിക്കുക? അപ്പൊ കാലങ്ങളായി അദ്ദേഹം നമസ്കരിക്കാറേ ഇല്ല. അപ്പൊ ഇസ്ലാമിൽ ഇളവുകൾ പരിഗണിച്ചെടുത്ത് എങ്ങനെയാണോ മാക്സിമം ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുക അത് ചെയ്തുകൊണ്ട് ആ നിർബന്ധമായ ബാധ്യത നമസ്കാരം പോലെയുള്ള കാര്യങ്ങൾ അയാൾ നിർവഹിക്കണം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ അവിടെ രോഗിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായി പ്രാർത്ഥിക്കണം. വിവിധ പ്രാർത്ഥനകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട് രോഗിക്ക് വേണ്ടി. ഇവിടെയാണ് റസൂലുള്ള സഹാബിക്ക് കൊടുത്ത ആ കൽപ്പന പ്രസക്തമാകുന്നത്. വഇയാദത്തുൽ മരീദ്, രണ്ടാമത് കൽപ്പിച്ചത് എന്താണ്? രോഗസന്ദർശനത്തെ പറ്റിയാണ് പ്രവാചകൻ സ്വഹാബിയെ ഓർമ്മപ്പെടുത്തിയത്. അതിൽ പ്രാർത്ഥന എന്താണ്? ലാ ബഅസ തുഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന പ്രാർത്ഥന കാണാം. 7 തവണ പറയേണ്ടുന്ന മറ്റൊരു പ്രാർത്ഥന കാണാം. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക്, അതിഗാംഭീര്യമുള്ള മഹത്തായ അർശിന്റെ റബ്ബും അതേപോലെ പിന്നെ അൻ യശ്ഫീക്, അതേപോലെ തന്നെ അതിമഹത്വമുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് താങ്കൾക്ക് ശിഫയാക്കാൻ വേണ്ടി, ശിഫ വരുത്താൻ വേണ്ടി ഞാൻ തേടുന്നു എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന 7 തവണ രോഗിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. എന്താണ്? അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ മറ്റ് ഹദീസുകളിൽ വന്ന മറ്റു പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ റബ്ബൻ നാസ് മുദ്ഹിബൽ ബസ് ഇശ്ഫി അൻത ശാഫി ലാ ശാഫിയ ഇല്ലാ അൻത ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ. ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, ഈ രോഗം മാറ്റി അദ്ദേഹത്തെ ശിഫയാക്കണേ. നീയാകുന്നു രോഗം മാറ്റുന്നവൻ, ശിഫ നൽകുന്നവൻ. നിന്നിലൂടെയല്ലാതെ ശിഫ ഇല്ല, രോഗശമനമില്ല. അല്പം പോലും ബാക്കിയാക്കാത്ത പൂർണ്ണമായ ശമനം ഈ രോഗിക്ക് നൽകണേന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഹദീസുകൾ നമ്മൾ കേൾക്കുമ്പോൾ, പ്രവാചകന്റെ ഈ ഹദീസുകളിലൂടെ ഇതിന്റെ ഫളല് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്താണ്? നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ കുടുംബത്തിൽ എത്ര രോഗികളുണ്ട്, അവർ കല്യാണ വീടുകളില്ല, പെരുന്നാൾ ആഘോഷങ്ങൾക്കില്ല, അവര് പിന്നെ മറ്റു കാര്യങ്ങൾക്കൊന്നുമില്ല, നാട്ടിൽ എവിടെയും നമ്മൾ അവരെ കാണുന്നില്ല. അവരെ വീടുകൾക്കുള്ളിലുള്ള അത്തരം പിന്നെ മാറാ അസുഖങ്ങൾ ബാധിച്ചു നിൽക്കുന്ന പലരും ഉണ്ട്. അവരെ നമ്മുടെ മനസ്സിൽ തെളിയണം. അവരിലേക്ക് നമുക്ക് ഫ്രീ സമയം കിട്ടുമ്പോൾ അവരുടെ അടുക്കലേക്ക് ചെല്ലണം. ആ ഒരു ഇഹ്തിസാബോടെ, നിയ്യത്തോടെ നമ്മൾ അവരുടെ അടുക്കലേക്ക് ചെല്ലണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് ആശ്വാസമേകണം. അതിലൂടെ നമുക്ക് കിട്ടുന്ന എന്താണ്? നാളെ പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ വലിയ നന്മയായി അത് നമുക്ക് രേഖപ്പെടുത്തപ്പെടും. ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ, നമ്മുടെ സാന്നിധ്യം എന്നത് വലിയ ആശ്വാസകരമായി അദ്ദേഹത്തിന് മാറും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിധിവിലക്കുകൾ, നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എല്ലാ സമയത്തും നമ്മെ കാണുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരത്തിൻ്റെ മറയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ നമസ്കാരത്തിൻ്റെ ഓരോ കാര്യങ്ങളും, വുളു മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ നമ്മൾ നിരന്തരമായി നിർവഹിക്കുന്ന ഒരു ഇബാദത്ത് എന്ന നിലക്ക് ആ കാര്യത്തിൽ നല്ല സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അവിടെ നമസ്കാരത്തിൻ്റെ കൈഫിയത്ത്, നമസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് കൃത്യമായി ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹാബികളെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പ്രവാചകൻ പറഞ്ഞത്, സ്വല്ലു
കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത്, അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. അപ്പൊ പ്രവാചകൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നതാണ്. നമ്മളെല്ലാവരും ഇന്ന് സുബഹി നമസ്കരിച്ചു, പക്ഷെ ഒരുപോലെയാണോ പ്രതിഫലം? അല്ല. നമ്മുടെ നിയ്യത്തും നമ്മുടെ കൈഫിയത്തും നമ്മുടെ ഖുശൂഉം എല്ലാം മാനദണ്ഡമാക്കിയാണ് പ്രതിഫലം നൽകപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വുളു മുതൽ ഇങ്ങോട്ട് കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമസ്കാരം സ്വീകാര്യമാകാൻ വുളു അതിന്റെ നിബന്ധനയും നിർബന്ധവുമായ കാര്യമാണ്. ഹദീസുകളിൽ വന്നു, ലാ സ്വലാത്ത ലിമൻ ലാ വുളു അലഹു. വുളു ഇല്ലാത്തവര് നിസ്കാരമില്ല എന്നാണ് ഹദീസ്. അപ്പൊ വുളു ശരിയാകാത്തവന്റെ നമസ്കാരം ശരിയാവുകയില്ല. ഇപ്പൊ കാലിന്റെ മടമ്പിന്റെ ഭാഗത്താണ് ഒരു യുദ്ധം കഴിഞ്ഞു വന്ന സഹാബികളുടെ ഒരു നഖത്തിന്റെ അത്ര നനയാത്ത ഭാഗം കണ്ടാണ് വൈലുല്ലിൽ അഖാബി മിനന്നാർ, മടമ്പിന്റെ ആളുകൾക്ക് നാശം, വൈൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അത്ര സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ് വുളു എന്ന് പറയുന്നത്. വുളു ഇല്ലാത്തവന് നമസ്കാരമില്ല. അല്ലാഹു സുബ്ഹാനഹു. അപ്പൊ നമസ്കാരത്തിന്റെ സ്വീകാര്യതയെ അത് ബാധിക്കും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളുവിന്റെ തുടക്കത്തിൽ ചെയ്യേണ്ട ഒരു സുന്നത്ത് പഠിപ്പിച്ചു. ലാ വുളു ലിമൻ ലം യദ്കുരിസ്മല്ലാഹി തആല അലൈഹി. അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാത്തവന് വുളു ഇല്ല എന്ന ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് പ്രകാരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വുളുഇൽ ബിസ്മില്ലാ എന്ന് നമ്മൾ ചൊല്ലൽ സുന്നത്താണ്. അത് ബിസ്മില്ലാ ചൊല്ലൽ വുളുവിന്റെ ഷർത്താണ്. അത് ഒഴിവാക്കിയാൽ വുളു ശരിയാവുകയില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, എന്നാൽ ഉത്തമമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചൊല്ലാത്തവന്റെ വുളു ശരിയാകും എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കൊണ്ട് ചെയ്യുന്നതാണ് വുളുവിന്റെ പരിപൂർണത എന്ന് പറയുന്നതാണ്. ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ വുളു എടുക്കേണ്ടത്. അതേപോലെ തന്നെ ബിസ്മില്ലാ എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത് വുളുവിൽ. അതേപോലെ തന്നെ വുളുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വുളു എന്നത് ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്. അപ്പൊ ഏതു കാര്യത്തിലും ദൂർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. സൂറത്തുൽ അഅറാഫിലെ 31-ാമത്തെ ആയത്ത്, കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക, വലാ തുസ്രിഫു, നിങ്ങൾ അമിതവ്യയം കാണിക്കരുത്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്രാഫ് കാണിക്കുന്നവരെ, ദുർവ്യയം കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ ആയത്ത്. അപ്പൊ ആരാധനയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. നമ്മൾ വുളു ചെയ്യുമ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വുളു ചെയ്യാൻ ആവശ്യമായ വെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. വുളു ചെയ്തുകൊണ്ടിരിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, മാ ഹാദ സറഫ് യാ സഅദ്, സഅദ് ഇതെന്തൊരു ദുർവ്യയമാണ്. സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചത് എന്താ? അഫിൽ വുളൂഇ സർഫുൻ, കാരണം ഇത് ഇബാദത്താണ്, നിസ്കാരത്തിന് വുളു എടുക്കാണ്. റസൂലെ, വുളുവിൽ ഇസ്റാഫ് ഉണ്ടോ, ദുർവ്യയമുണ്ടോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. വഇൻ കുൻത അലാ നഹ്റിൻ ജാരിൻ, നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും ഇസ്റാഫ് കാണിക്കരുത്, ദുർവ്യയം കാണിക്കരുത്. ഇപ്പൊ നമ്മൾ അവയവങ്ങൾ ഒരു തവണ കഴുകിയാൽ തന്നെ വുളു ശരിയാകുന്നതാണ്. തലയും ചെവിയും ഒഴികെയുള്ള 3 തവണ കഴുകൽ വുളുവിന്റെ പൂർണ്ണതയാണ്. എന്നാൽ അതിൽ 3-ൽ കൂടുതൽ വെള്ളം അധികമായി എടുക്കൽ, അത് ഇസ്റാഫിൽ അശ്രദ്ധമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. വുളുവിൽ അധികമായി വെള്ളം ഉപയോഗിക്കുക, ഏതു രംഗത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്തിൽ പോലും ഇസ്റാഫിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അവിടെ ഉണ്ടാവരുത്, ഇസ്റാഫ് ഉണ്ടാകരുത്, അവിടെയെല്ലാം ഒരു മിതത്വം പാലിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ വുളുവും അതേപോലെ തന്നെ നമസ്കാരവുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും നമസ്കാരത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാണ്, അതീവ അലംഭാവം പലപ്പോഴും പുതിയ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കളിൽ, അതേപോലെ യുവാക്കളിൽ, യുവതികളിൽ, നമ്മളിലൊക്കെ വലിയ അലംഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യ ഭാഗത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നെണ്ണിയിട്ട് അതിലെ 2 വട്ടം 7 ക്വാളിറ്റികളാണ് മുഅ്മിനീങ്ങളുടെ, 7 വിശേഷണങ്ങളാണ് എടുത്തു പറയുന്നത്. അതിൽ 1ഉം 7ഉം നിസ്കാരത്തെ പറ്റിയാണ്. ആദ്യം തുടങ്ങിയത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. 7-മത്തെ എന്താണ്? വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ എന്നാണ്.
നമസ്കാരത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നവരാണ്. അതെന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവരാണ്. അപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ അവ്വൽ വഖത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്തായ നമസ്കാരമാണ്. 5 നേരത്തെ നമസ്കാരങ്ങൾ ജമാഅത്തായി പള്ളിയിൽ വെച്ചാണ് എന്ത് ചെയ്യേണ്ടത്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വാജിബാണ്, നിർബന്ധമാണ്. മറ്റ് ഉദ്റുകളൊന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ വരൽ നമുക്ക് നിർബന്ധമാണ്. നമുക്ക് ഇന്ന് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, മഴയാണെങ്കിലും മറ്റ് എന്താണെങ്കിലും നമുക്ക് എല്ലാത്തിനും ഇന്ന് വാഹനവും വെളിച്ചവും എല്ലാ സൗകര്യവും ഉണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള സ്വഹാബികൾ, ഇതിന് അനുവാദം ചോദിച്ചു വന്ന കണ്ണു കാണാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന് പോലും പ്രവാചകൻ അനുവാദം കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ബ്ലൈൻഡായ ഒരു സ്വഹാബിക്കായിരുന്നു പ്രവാചകൻ എന്ത് ചെയ്യുക, അനുവാദം കൊടുക്കുക. കാരണം കണ്ണ് കാണില്ല, കൂടെ ഒരാള് കൊണ്ടുവരാനില്ല, ദുർഘടമായ വഴി താണ്ടിയാണ് വരേണ്ടത്. മസ്ജിദുൻ നബവി ഇടുന്നു, ദൂരത്താണ് അദ്ദേഹത്തിന്റെ വീട്, പക്ഷെ അനുവാദം കൊടുത്തില്ല. ഈ ഹദീസ് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന എന്താണ്, അത്രയും ദൂരം പ്രവാചകന്റെ പിന്നിൽ ജമാഅത്തായി മരണം വരെ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം എന്ന കണ്ണു കാണാത്ത സ്വഹാബി റളിയല്ലാഹു അൻഹു അവിടെ ജമാഅത്തിലെത്താണ്. നമുക്ക് എന്താണ് ഉദ്ർ പറയാനുള്ളത്? അതുകൊണ്ട് തന്നെ അത് നിർബന്ധമാണ്. പക്ഷെ അതിൽ വീഴ്ചകൾ വരുന്നു. പ്രവാചകൻ പറഞ്ഞ ഏറ്റവും അഫ്ളലായ ഇബാദത്ത് എന്താ? അസ്സലാത്തു അലാ വഖ്തിഹാ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുക. ഈ കൃത്യസമയം 5 നേരം നമസ്കാരം ഷെഡ്യൂൾ ആയാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. അത് അതിൻ്റെതായ ഖുശൂവോടുകൂടെ നമ്മുടെ ഖൽബിന്റെ മനസ്സാന്നിധ്യത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ ആയത്തുകളുടെ അർത്ഥം ആലോചിച്ച് മനസ്സ് കൃത്യമായി അതിൽ കൊണ്ടുവന്ന് നിർവഹിക്കുകയാണെങ്കിൽ ആ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞില്ലേ, മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളെ തൊട്ട് നമസ്കാരം തടയും. പക്ഷെ ഒരാൾക്ക് 5 നേരം നിസ്കരിച്ചിട്ട് ആ ഗുണം കിട്ടുന്നില്ലെങ്കിൽ നമസ്കാരം അതിൻ്റെതായ രൂപത്തിലായിട്ടില്ല എന്നാണ്. ഇതൊക്കെ ചെയ്തിട്ട് ഒരാൾ ഹറാമിലേക്ക് എത്തുന്നു എങ്കിൽ അയാളുടെ 5 നേരത്തെ നിസ്കാരം റെഡി ആയിട്ടില്ല. 5 നേരം പുഴയിൽ ഇറങ്ങി കുളിക്കുന്നവന്റെ ദേഹത്ത് വല്ല അഴുക്കും ബാക്കിയാകുമോ എന്ന് ചോദിച്ചു തുടങ്ങിയ ഒരു ഹദീസ് ഉണ്ട്. സഹാബികൾ പറഞ്ഞത്, ഇല്ല റസൂലെ, 5 നേരം ഒരു പുഴയിൽ ഇറങ്ങി കുളിച്ച അയാളുടെ ദേഹം ശുദ്ധമായിരിക്കും. ഇതുപോലെയാണ് നമസ്കാരം. 5 നേരം നിർവഹിക്കുന്നവന്റെ മനസ്സ് ശുദ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായൊരു ശ്രദ്ധ. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ പലപ്പോഴും സുബ്ഹി നഷ്ടപ്പെടുന്നു, അസർ നമസ്കരിക്കുന്നില്ല, അവർക്ക് തോന്നിയതുപോലെ സമയം തെറ്റി നമസ്കരിക്കുന്നു, അസറിന്റെ സമയമൊക്കെ കഴിഞ്ഞ് മഗ്‌രിബിനോടടുത്ത് നിർവഹിക്കുന്നു, അതല്ലെങ്കിൽ ഒരു സമയത്തിന്റെ വഖത്ത് കഴിഞ്ഞ് നിസ്കരിക്കുന്നു. ഒക്കെ വളരെ നിസ്സാരമായ ആളുകൾ കാണുന്നു. എന്നിട്ട് അവൻ നിസ്കരിക്കുന്നതോടുകൂടെ അവൻ വിചാരിക്കുന്ന എന്താണ്, എന്റെ നിർബന്ധ ബാധ്യത ഇതിലൂടെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ ഓരോ കാര്യങ്ങളും, അതിന്റെ കൈഫിയത്ത്, അതിന്റെ രൂപം, അതിന്റെ പ്രാർത്ഥനകൾ, അതിന്റെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി പഠിച്ച് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. ഒന്ന്, കടവത്തൂരിൽ വെച്ച് ഇന്ന് ഒരു തസ്കിയത്ത് ക്ലാസ്, സുബൈർ സലഫിയുടെ ഒരു തസ്കിയത്ത് ക്ലാസ് നടക്കുന്നുണ്ട്. കുടുംബസമേതം പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ നമ്മുടെ ദഅവ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫണ്ട് സമാഹരണം നടന്നു വരുന്നുണ്ട്. നമ്മുടെ ഖുർആൻ പഠന ക്ലാസ്സുകൾ അത് വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തിലൂടെ പോവാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ പാവപ്പെട്ടവർക്കുള്ള ട്രീറ്റ്, അവർക്കുള്ള ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുന്ന മഹത്തായ സംരംഭം നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ വിവാഹ പ്രായമെത്തിയവർക്കുള്ള പ്രത്യേകമായ മഹബ്ബ എന്ന പേരിലുള്ള കൃത്യമായ അവർക്കുള്ള ദീനീപരമായ ബോധങ്ങൾ നൽകുന്ന പ്രോഗ്രാമുകൾ, ലിബറൽ ആശയങ്ങളുടെ പിന്നാലെ പോകുന്ന, അവർ ഉന്നയിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉന്നയിക്കുന്ന പോയിന്റുകൾ വെച്ചുകൊണ്ടുള്ള അവർക്കെതിരെയുള്ള കൃത്യമായ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തുന്ന ഡയലോഗ് പ്രോഗ്രാമുകൾ, അതേപോലെ തൗഹീദ് പ്രഭാഷണങ്ങൾ നടക്കുന്ന തസ്ഫിയ എന്ന പ്രോഗ്രാമുകൾ, അതേപോലെ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് പ്രത്യേകമായ ഉത്ബോധനങ്ങൾ നൽകുന്ന എൻവിഷൻ പദ്ധതികൾ, അതേപോലെയുള്ള ഇത്തരം ഒരുപാട് ദഅവ പ്രബോധന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾക്കുള്ള ദഅവത്തിനു വേണ്ടിയുള്ള ഒരു ഫണ്ട് സമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അല്ലാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നീ ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.